നേമം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില രേഖകൾ പുറത്തുവിട്ടിരുന്നു. ആ രേഖകളിൽ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി മത്സരിക്കുന്ന നേമം നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ ലേബർ ഓഫീസറാണ്, തൊഴിൽ ഓഫീസറാണ്. ഇവിടെ ബൂത്തുകളിലെ പോളിംഗ് ഓഫീസർമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് ഏകദേശം 80% ആൾക്കാരും മന്ത്രിയുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയാണ്. അപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ റിട്ടേണിംഗ് ഓഫീസറാവുക, തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോളിംഗ് ഓഫീസർമാരായിട്ട് മാറുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ഇത് ശിവൻകുട്ടിയെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢനീക്കമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ഗൂഢനീക്കത്തിൽ ഇലക്ഷൻ കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥന്മാരും പങ്കാളിയാണ് എന്നുള്ളതാണ് അതീവ ദയനീയമായിട്ടുള്ള കാര്യം, ഗുരുതരമായിട്ടുള്ള കാര്യം അതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ ശിവൻകുട്ടിയുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറെയും ശിവൻകുട്ടിയുടെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ള പോളിംഗ് ഓഫീസർമാരെയും മാറ്റി ഇവിടെ നിയമപരമായിട്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. BJP കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഇലക്ഷൻ ഓഫീസറോടും ഞങ്ങളിത് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുത്ത കൂട്ടത്തിൽ CPMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഒരു രാജീവ് കുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ശിവൻകുട്ടി പറഞ്ഞിട്ടാണ് സഖാവ് രാജീവ് കുമാർ നോമിനേഷൻ കൊടുത്തേക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അപരനായിട്ട് ആണ് നോമിനേഷൻ കൊടുത്തത്. അതായത് പരാജയ ഭീതി പൂണ്ട ശിവൻകുട്ടി എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പരാക്രമം കാണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപരണ സ്ഥാനാർത്ഥി, സ്വന്തം സഖാവിനെ പിടിച്ച് അപരനായിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നു, സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ റിട്ടേണിംഗ് ഓഫീസറായിട്ടും പോളിംഗ് ഓഫീസർമാരായിട്ടും നിയമിക്കുന്നു. ഇതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ്. സുതാര്യവും സുരക്ഷിതവുമായിട്ടുള്ള നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്നൊരു ഭീഷണിയിലാണ്. അതുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇടപെട്ടില്ല എങ്കിൽ ഞങ്ങൾ മറ്റ് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോകും.